പഹ്ചാനേം അഭിനയ് കരേം, തിരിച്ചറിയൂ അഭിനയിക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കഥാപാത്രത്തിൻ്റെ പേര്. സംവാദി എന്നുള്ളത് അവരെന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞ ആ സംഭാഷണം, ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതുക. ആ കഥാപാത്രത്തിൻ്റെ പേര് എഴുതുക. പറഞ്ഞ ആളെ പേരും ഇവിടെ എഴുതുക. ദെൻ മേം അകേലെ നെഹിം ഹം ബൗത്ത് സാരി ചീണ്ടിയം ആയെങ്കി, ഞാൻ ഒറ്റയ്ക്കല്ലേ വരിക, ഞങ്ങളെല്ലാ ഉറുമ്പുകളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരിക. ഇതാരാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ബിനിയന്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? ബിനിയ എന്ന് കൊടുക്കുക. എന്നിട്ട് മേം അകേലെ നെഹിം ഹം ബൗത്ത് സാരി ചീണ്ടിയം ആയെങ്കി, അതുപോലെ അതെഴുതി കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കി ആൻസേഴ്സൊക്കെ നമുക്ക് എങ്ങനെ വരുന്നതെന്ന് നോക്കാം അല്ലേ. ഇച്ചു പറഞ്ഞ എന്താണ്? പാത്ര എന്നുള്ളടത്ത് ഇച്ചു, സംവാദ് മെങ്കന്ന ബഞ്ചാത്താവും അല്ലേ, ഞാൻ ഉറുമ്പായി മാറും. ബിനിയ പറഞ്ഞ പാത്ര എന്നുള്ളടത്ത് ബിനിയ, മെമ്മാക്കിയല്ലേ നെഹിം ഹം ബൗത്ത് സാരി ചീണ്ടിയമായെങ്കിൽ. ദെൻ ഇച്ചു അരെ നെഹിം ഗുദ്ഗുദി ഹോഗി, ബിനിയ ഗുദ്ഗുദി നെഹിം ഹോഗി. ഇച്ചു ദോനോ സാത്ത് രഹേങ്കി. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പാത്ര എന്നുള്ളതും സംവാദ് എന്നുള്ളതുമാണ് കേട്ടോ. ഓക്കെ, സമചയം ലിഖേം, മനസ്സിലാക്കൂ, എഴുതും. മേം തോ ബൈൻസ് ബനൂങ്ക, ഞാൻ ഉറുമ്പായി മാറും. തബ് തോ മേം ചീട്ടി ഹോങ്കി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ്? ഉറുമ്പായിരിക്കും. അപ്പോൾ ഞാൻ ഉറുമ്പായിരിക്കും. ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെത്തിയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐസി വാക്യ പാഠഭാഗത്തെ ടൂണ്ടക്കർ ലിഖേം, ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മുടെ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റൗണ്ട് ചെയ്തിട്ടുള്ള ഗി എന്നൊക്കെ ഇതുപോലെ വരുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. എൻഡിങ്ങിൽ ഇതുപോലെ വരുന്നതാണ്, നമ്മൾ ആ സെൻറ്റൻസുകളാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് പോയി നോക്കാം അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. മേം അകേലെ നെഹിം ഹം ബൗത്ത് സാരി ചീണ്ടിയം ആയെങ്കി, അരേം നെഹിം ഗുദ്ഗുദി ഹോഗി, पर तब तो मैं चींटी होऊंगी, तू तो गन्ना होगा, गुदगुदी नहीं होगी, चीनी വീനി ഗാത്തെ രഹേങ്കെ. ഇനി അടുത്തത് കോൻ ബോല, ആര് പറഞ്ഞു. ഓക്കെ, ഇത് ഇവിടെ കുറച്ച് അവർ പറഞ്ഞ സംഭാഷണങ്ങൾ, കോൺവെർസേഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്ററിൽ തന്നിട്ടുള്ള അവർ പറയുന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാരാണോ പറഞ്ഞിട്ടുള്ളത് ആ ആളെ പേര് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേം ചീണ്ടി ബനന ചാത്തിയും, ഇതാരാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ബിനിയാണ്. അപ്പോൾ ഇവിടെ ബിനിയ എന്ന് എഴുതി കൊടുക്കാം. ദെൻ മേം ഗന്ന ബഞ്ചാത്താവും, ഞാൻ കരിമ്പായി മാറും. ഞാൻ കരിമ്പായി മാറുന്ന ആരാ പറഞ്ഞിട്ടുള്ളത്? ഇച്ചു ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇച്ചു എന്ന് കൊടുക്കാം. ദെൻ മുജിക്കോ പാനി മേ മസേ സെ പടേ രഹ്ന അച്ഛാ ലഗ്താ ഹെ, എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ വളരെയധികം നല്ലതായിട്ട് തോന്നുന്നുണ്ട്, ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആരാ? നമ്മുടെ ഇച്ചു ആണല്ലേ. അപ്പം ഇച്ചു. ദെൻ ഹം ബഹുത്ത് സാരി ചീണ്ടിയം ആയെങ്കിൽ, ഞങ്ങൾ ഉറുമ്പുകൾ എല്ലാവരും കൂടെ ആയിരിക്കും വരിക അല്ലേ. ഇതാരാ പറഞ്ഞിട്ടുള്ളത്? ബിനിയാണ് അല്ലേ. അപ്പോൾ ബിനിയ എന്ന് കൊടുക്കുക കേട്ടോ. ഇവിടെ മിസ് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചുവിൻ്റെയും ബിനിയുടെയും പിക്ചർ തന്നിട്ട് അവർ രണ്ടുപേരും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ കൊടുത്തതാണ്. നിങ്ങൾ അതിന് പകരം ഇവിടെ ഇച്ചു എന്നും ബിനിയ എന്നും അവർ പറയുന്നതിന് നേരെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഇനി പടേം ലിഖേം, അടുത്ത ആക്ടിവിറ്റി പടേം ലിഖേം, വായിക്കൂ, എഴുതൂ. ഓക്കെ, मैं बाइम्स हो, मुझे पानी में पड़े रहना अच्छा लगता है, ഞാൻ എരുമയാകുന്നു, എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ്, എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ വളരെയധികം ഇഷ്ടമാകുന്നു. മേം ചീണ്ടി ഹും, ഞാൻ ഉറുമ്പാകുന്നു. ചീണ്ടിയ മിൽക്കർ ഗാത്തി ഹെ, എന്താണ്? ഉറുമ്പുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഘർ ബനാത്തി ഹെ, വീടുണ്ടാക്കുന്നു. ഓർ മിൽക്കർ രഹത്തെ ഹെ, അതുപോലെ ഒരുമിച്ച് താമസിക്കുന്നു. അതുപോലെ നമ്മുടെ പേടിൻ്റെതും ചിടിയൻ്റെതും നദിയുടേതും എഴുതണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം.
മേം പേട് ഹും, ഞാൻ മരമാകുന്നു. മേം ആപ്കോ ഛായ ഔർ ഫൽ ഭി ദേത്താ ഹൂം, ഞാൻ നിങ്ങൾക്ക് എന്താണ് തണലും അതുപോലെ പഴങ്ങളും നൽകുന്നു. മേം ലോഗോം കോ ഹവാ ദേത്താ ഹൂം, ഞാൻ ജനങ്ങൾക്ക് എന്താണ് എയർ നൽകുന്നുണ്ട്. മേം ചിടിയാ ഹൂം, ഞാൻ പക്ഷിയാകുന്നു. മേം ആസ്മാൻ മേം ഉടുത്തി ഹൂം, ഞാൻ ആകാശത്ത് പറക്കുന്നു. മേം പേടോം പർ ഗോംസല ബനാത്തി ഹൂം, ഞാൻ എന്താണ് മരത്തിന് മുകളിൽ കൂടുണ്ടാക്കുന്നു. ദെൻ അടുത്തത് നദി. മേം നദി ഹൂം, ഞാൻ നദിയാകുന്നു. മാൻ പഹാഡോം സെ നിക്കലി ഹേ ഔർ സാഗർ തക് ജാത്തി ഹേ, എന്താണ് ഞാൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പുറപ്പെട്ടിട്ട് സാഗർ തക് ജാത്തി ഹേ, എന്താണ് കടലിൽ വന്ന് ചേരുന്നു. മേം ലോഗോം കോ പീനെ കാ പാനി ദേത്താ ഹൂം, ഞാൻ എന്താണ് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നൽകുന്നു. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ, കിസി ഏക് പർ ടിപ്പണി ലിഖേ. അപ്പോൾ ഇവിടെ പേടിനെ കുറിച്ചോ ചിടിയെക്കുറിച്ചോ നദീനെ കുറിച്ചോ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കിസി ഏക് പർ, ഏതെങ്കിലും ഒന്നിനെ കുറിച്ചാണ് ടിപ്പണി ലിഖേ, കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ പേടിനെ കുറിച്ച് നോക്കാം. പേട് എന്ന് പറഞ്ഞാൽ മരം. അപ്പം മേ മേക്ക് പേടും, ഞാനൊരു മരമാകുന്നു. മേ ലോകം കാ ഓക്സിജൻ ദേത്താവും, ഞാൻ എന്താണ് ജനങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നു. ജിസ്കെ ബിന കോയി ബി ജീവിത് നഹീം രഹ് സക്തേ, ഇതില്ല എന്നുണ്ടെങ്കിൽ എന്താണ് കോയി ബി ജീവിത നഹീം രഹ് സക്തായ, ആർക്കും ജീവിതം ഉണ്ടാവില്ല അല്ലേ. മേം ലോകം ക ഛായ ഓർ ഫൽ ഭി ദേത്താവും, എന്താണ് ഞാൻ ജനങ്ങൾക്ക് തണലും അതുപോലെ ഫൽ ഭി ദേത്താവും പഴങ്ങളും നൽകുന്നു. മേരെ ഊപ്പർ കൈ പക്ഷി അപ്ന ഘർ ബനാത്തെ, എൻ്റെ മുകളിലായിട്ട് ഒരുപാട് പക്ഷികൾ വീടുണ്ടാക്കുന്നു. മേം മിട്ടിക്കോ സംരക്ഷൺ കർത്താവും, ഞാൻ മണ്ണിനെ സംരക്ഷിക്കുന്നു. ബാരിഷ് ലാനെ മേം ബി മദത് കർത്താവും, മഴ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ സഹായിക്കുന്നു. ലേക്കിൻ ലോഗ് മുജെ കാട്ടെ, പക്ഷേ എന്താണ് ജനങ്ങൾ എന്നെ മുറിക്കുന്നു. ജിസ്സെ പരിവരൺ കാ നുക്സാൻ ഹോത്താ ഹെ, ഇത് കാരണം എന്താണ് പരിസ്ഥിതിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മേം ചാത്താ ഹും കി ലോഗ് മുജെ ബച്ചായേ, ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ലോഗ് മുജെ ബച്ചായേ, ജനങ്ങളെ എന്നെ സംരക്ഷിക്കണം. അവർ അധിക സെ അധിക പേട് ലഗായേ, അതുപോലെ എന്താണ് കുറേ അധികം മരങ്ങളെ വെച്ച് പിടിപ്പിക്കണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ മരം പറയുന്നത്, പേട് പറയുന്നത്. അതുപോലെ ചിടിയയുടെയോ നദിയുടെയോ പേടിനെയോ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചാണ് നമ്മളോട് ടിപ്പിനെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. പഠൻ സമച്ച് എന്താണ് വായിക്കൂ മനസ്സിലാക്കൂ. ചീണ്ടിയ മിൽക്കർ ഗാത്തി ഹെ, ഉറുമ്പുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. മിൽക്കർ ഘർ ബനാത്തി ഹെ, വീടുണ്ടാക്കുന്നു. മിൽക്കർ രഹത്തി ഹെ, ഒരുമിച്ച് താമസിക്കുന്നു. ഏകദാമം ബൽഹെ, ഏകദാമം ബൽഹെ എന്നുള്ള വിഷയ पर പോസ്റ്റർ തയ്യാർ കരെ. ഏകദാമം ബൽഹെ എന്ന വിഷയത്തിന്മേൽ ഒരു പോസ്റ്റർ റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐക്യമാത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ അതാണ് ഹിന്ദിയിൽ ഏകദാമം ബൽഹെ എന്ന് പറയുന്നത്. ഐക്യമാണ് ശക്തി. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റർ റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഏകദാഹേ ശക്തി, സാത്ത് രഹോ ആകെ ബഡോ, ഏകതയാണ് ശക്തി, ഐക്യമാണ് ശക്തി, ഒരുമിച്ച് നിൽക്കൂ, ആകെ ബഡോ ഒരുമിച്ച് വളരൂ അല്ലേ, മുന്നോട്ട് വളരൂ.